ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അനിയത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്നിച്ച് കൊടുക്കലാണ് കേട്ടോ. ഇന്ന് വന്നിട്ടുള്ള സൺഡേ ബ്ലോഗായിട്ടാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. കാസർഗോഡ് അനിയത്തി വന്നിട്ടുണ്ടായിന്. അപ്പോൾ അനിയത്തി വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നിച്ചായിരിക്കും കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായി വീട്ടിൽ തന്നെ എല്ലാവരും ഇവിടെ നാട്ടിൽ അനിയത്തിമാരൊക്കെ വരും. അപ്പോൾ നമ്മൾ ഉമ്മക്ക് 6 മക്കളാണ്, എല്ലാവരും ഒന്നിച്ച് കൂടും കേട്ടോ. അപ്പം ഞങ്ങളിന്ന് പുറത്ത് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ദൂരമൊന്നും പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ വൈകുന്നേരം അധികം മഴയൊക്കെ ഉണ്ടാകുന്നു കേട്ടോ. ഇവിടെ ഈ മഴയൊക്കെ വരുന്നതെന്ന് അതുകൊണ്ട് നമ്മളുടെ അടുത്ത് തന്നെ വെള്ളിക്ക് പാർക്കുണ്ട് കേട്ടോ. മക്കൾക്ക് ഇവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്കവിടെ വെറുതെ ഇരുന്ന് സോദ പറഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളെ ഫാമിലി വെച്ചാൽ 5 പേരെ ബർത്ത്ഡേ ആണ് കേട്ടോ. 5 പേരെന്ന് വെച്ചാൽ നമ്മളെ ഏട്ടത്തി അനിയത്തി മക്കളൊക്കെ 5 പേര് ഈ മാസം 5 പേരെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് വന്ന സമയത്ത് ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ചെറിയ മക്കളെല്ലാം കഴിക്കാറുണ്ട്, നമ്മൾ എല്ലാവരൊന്നും കഴിക്കാറില്ല കേട്ടോ. ഇതുവരെ അങ്ങനെ കേക്കൊക്കെ ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ ഇപ്രാവശ്യം അധികമായിട്ട് എനിക്ക് അനിയത്തി കേക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അനിയത്തി മോള് അവരൊക്കെ കേക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ച് കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിക്ക് പോയി മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്ത് പാർക്ക്, നമ്മളടുത്ത് തന്നെയാണ് കേട്ടോ വെള്ളിക്ക് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലം. ഓർഡർ ചെയ്തതാണ്. ഇവിടെ വെള്ളിക്കിൽ അടുത്തുള്ളവർ തന്നെയാണ് കേട്ടോ ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. നല്ല അടിപൊളി കേക്കായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷേ രണ്ടും ഒരുപോലത്തെ കേക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. 2 വേറെ വേറെ പറഞ്ഞതായിരുന്നു. പക്ഷേ അത് കിട്ടിയത് 2 ഒരുപോലത്തെ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഡിസൈൻ മാത്രമേ നമ്മൾ പറഞ്ഞതുപോലെ ആയിട്ടില്ല, പക്ഷെ നല്ലുണ്ട്. മാഷാ അല്ലാ, അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ കേക്കൊക്കെ മുറിച്ചു, നമ്മളെല്ലാവരും കഴിച്ചു. പിന്നെ കേക്കൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ മക്കൾ കളിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് പേര് ഗെയിം കളിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് റീലെടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയിട്ടല്ലേ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. പിന്നെ അനിയത്തിൻ്റെ ഭർത്താവാണ് കേട്ടോ എല്ലാവർക്കും മുറിച്ചിട്ട് ഒരുപോലെ കൊടുക്കുന്നൊക്കെ. ആദ്യമൊക്കെ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു SLC പാസ്സായതിന്. അന്ന് ആ സമയത്ത് നമ്മൾ അയച്ചു കൊടുത്തിട്ടില്ല. അവരുടെ നാട്ടിൽ വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അന്നേരം ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ സുഹൈലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അന്നേരം ആ സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് അറിഞ്ഞപാട് കൊടുത്തതായിരുന്നു. ഇതിൽ നാട്ടിൽ വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ സമയം കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ കൊടുത്തിട്ട് മക്കളെല്ലാവരും കൂടി കൊടുത്തു. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ. മക്കൾക്ക് ഒരുപാട് കളിക്കേണ്ട സ്ഥലം ഉണ്ടായിരുന്നു. അവർക്ക് ഗെയിം കളിക്കാനും അതുപോലെ തന്നെ വെള്ളത്തിലേക്കൊക്കെ നോക്കിയിരുന്നിട്ടും പിന്നെ അതുപോലെ തന്നെ മക്കളൊക്കെ എടുത്തിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വെക്കേഷൻ്റെ സമയത്തെല്ലാം എല്ലാവരും ഒത്തുകൂടും. ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോയൊക്കെ ചെയ്യുക, അതൊരു രസം തന്നെയാണ് കേട്ടോ. ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ താത്തൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. താത്തൻ്റെ വീടാണ് നമുക്ക് വെള്ളിക്കിന്ന് വരുമ്പോൾ ഫസ്റ്റ് താത്തൻ്റെ വീട് എത്തുന്നത്. അപ്പോൾ അവിടെയെല്ലാം വന്നിട്ട് എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ചെറുകുന്നിലേക്കാണ്. ചെറുകുന്നിൽ അനിയത്തിമാരുടെ ഫ്രണ്ടിൻ്റെ കടയാണ് കേട്ടോ, ഫ്രണ്ടിൻ്റെ ഭർത്താവിൻ്റെ കടയാണ്. അപ്പോൾ അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചെറുകുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ. കെൻസ എന്നാണ് കേട്ടോ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചത് ഇവിടെ സ്പെഷ്യൽ മജ്ബൂസാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. പിന്നെ അതുപോലെ തന്നെ പള്ളിക്കറി, നെയ്ച്ചോറുണ്ട്, പൊറോട്ട. നമുക്ക് ഇഷ്ടമുള്ളത് എന്താ വേണ്ടത് വെച്ചാൽ മക്കൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ എടുക്കാമെന്ന് വെച്ചു. മക്കൾക്കൊക്കെ പൊറോട്ടയും ചില്ലിയൊക്കെ മേടിച്ചു. നമ്മളൊക്കെ മജ്ബൂസാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇവിടെ പള്ളിക്കറി, നെയ്ച്ചോറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾ ചെറുകുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്, സ്കെൻസ എന്നാണ് പേര്. ഇവിടത്തേക്ക് വരാം കേട്ടോ. നല്ല ഫുഡായിരുന്നു, മാഷാ അല്ലാ, അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ മജ്ലിസ് ഉണ്ട്, എല്ലാവർക്കും ഒന്നിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കാൻ എല്ലാ സ്ഥലവും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പേര് ഇവിടെ മജ്ലിസിൽ ഇരുന്ന് പിന്നെ നമുക്ക് കുറച്ച് പേര് ടേബിളിലും കൂടി ഇരിക്കുകയാണ് ചെയ്തത്.
ചെറുകുന്നിലേക്ക് വരുന്ന ആളോ അല്ലെങ്കിൽ ചെറുകുന്നിൻ്റെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും സ്കെൻസിയിൽ ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾ പോയി ഫുഡ് കഴിക്കുക. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ പള്ളിക്കറി നെയ്ച്ചോറും ഉണ്ട്, അതുപോലെ തന്നെ ചില്ലിയും നല്ല ഉണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയാണ് കേട്ടോ. ഇറങ്ങുമ്പോഴത്തേക്ക് സുഹൃത്തങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സുഹൃത്തങ്ങളെയും കൂടി കണ്ടു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.